നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എൻ.ഡി.എ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂരിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കും. മലപ്പുറം ചുങ്കത്ര സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. നിലമ്പൂരിലെ ക്രൈസ്തവ വിഭാഗവും കുടിയേറ്റ കർഷകർക്കും ലഭിച്ച അംഗീകാരമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് മോഹൻ ജോർജ് പറഞ്ഞു. വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എൻ.ഡി.എ. തെരഞ്ഞെടുപ്പിനെ നേരിടുക. വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും പ്രചരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ പ്രചാരണത്തിനെത്തുമെന്നും മോഹൻ ജോർജ് പറഞ്ഞു. അവിടെ തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പരിഗണന കിട്ടും. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല, നല്ല പരിഗണന കിട്ടും. ജോർജ് കുര്യൻ സാറിനെ മന്ത്രിയാക്കിയില്ലേ, എന്നെ സ്ഥാനാർത്ഥിയാക്കി എന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണനയായിട്ട് വേണമെങ്കിൽ കാണാമല്ലോ. അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് മുഴുവനുള്ള അംഗീകാരമാണ്. ഞങ്ങളൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ട് ഈ മലയോരത്ത് വന്ന് കുടിയേറിയ ആൾക്കാരാണ്. ഞങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ശക്തമായ മത്സരം നടക്കും. ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വിജയിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ശക്തമായ മത്സരം നടക്കും. ഈ നിലമ്പൂർ വികസിത നിലമ്പൂരാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഇവിടുത്തെ വന്യമൃഗ ശല്യം കൊണ്ട് ഇവിടുത്തെ കുടിയേറ്റക്കാരും മൊത്തം ജനങ്ങളും ബുദ്ധിമുട്ടാണ്. വികസിത നിലമ്പൂരാണ് ഞങ്ങളുടെ മുദ്രാവാക്യം.